നീ ചിന്തിക്കുന്ന വ്യക്തിയല്ല നിനക്ക് വേണ്ടി എഴുന്നേക്കാൻ പോകുന്നത്. ഓ ജീസസ്, ദൈവം ഈ കാലഘട്ടത്തിൽ നീ കണ്ടിട്ടില്ലാത്തവരെ നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കാൻ മതിയായവനാണ്. Praise the Lord. 7 സംവത്സരങ്ങൾ മിദ്യാന്യരാൽ ഞെരുങ്ങിക്കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനത്തെ ഉദ്ധരിക്കാൻ ദൈവം എഴുന്നേൽപ്പിച്ചത് യോവാശിന്റെ കരുവേലകത്തിന്റെ കീഴിൽ ഇരുന്നു കൊണ്ട് മുന്തിരിച്ചക്കിനരികിൽ ഗോതമ്പ് മെതിച്ചു കൊണ്ടിരുന്ന ഒരു സാധാരണക്കാരനായ ഒരു കഴിവുമില്ലാത്ത ഗിദെയോനെ അടുത്തി എന്ന് വിളിക്കുകയാണ്. ഗിദെയോനെ എന്ന് വിളിച്ച് അവന്റെ കഴിവുകേടുകളെ മാറ്റി അവൻ പറഞ്ഞു, കർത്താവ് എനിക്ക് കഴിവില്ല, എനിക്ക് ജനത്തെ ഉദ്ധരിക്കാൻ പറ്റില്ല. ദൈവം പറഞ്ഞില്ല, ഓ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നീ അറിയാത്ത, നീ കണ്ടിട്ടില്ലാത്ത മണ്ഡലങ്ങളിൽ നിന്ന് നിനക്ക് വേണ്ടി ചിലരെ എഴുന്നേൽപ്പിക്കാൻ ദൈവം പദ്ധതിയിട്ടിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. തലമുറയില്ലാതെ ഭാരപ്പെട്ട് നിരാശപ്പെട്ട് പർവ്വതത്തിന്റെ മുകളിൽ ഒതുങ്ങിക്കൂടിയ ദാൻ ഗോത്രത്തിലെ മനോഹ എന്ന് പറയുന്ന അവൻ, ആ വ്യക്തിയുടെ കുടുംബത്തിനകത്തുനിന്ന് അവൻ ഇസ്രായേലിന്റെ അല്ലെങ്കിൽ ഫെലിസ്ത്യന്റെ നട്ടെല്ല് തകർക്കുന്ന ഒരു ശിംശോനെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്നവർ ആത്മാവിൽ ആരാധിച്ചോണം. ഹല്ലേലൂയ. ഒരിക്കലും ഒരു നന്മ പോലും പുറത്തു വരാൻ സാധ്യതയില്ലാത്ത ഒരു കുടുംബത്തിന്റെ സ്ഥിതി മാറ്റി ആ കുടുംബത്തിനകത്ത് ആമേൻ ഒരുത്തനെ ജനിപ്പിച്ച് അവനെ അഭിഷേകം ചെയ്ത് പൈശാചിക മണ്ഡലങ്ങളെ വെല്ലുവിളിച്ചെങ്കിൽ, അവന്റെ അതിർവരമ്പുകളെ മാന്തി മാറ്റിയെങ്കിൽ, ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുന്നു. നിന്നെ ഒതുക്കുന്ന ചില മണ്ഡലങ്ങളെ തകർക്കത്തക്ക രീതിയിലുള്ള ചിലരെ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും.